ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം. സജ്ജന ഫിറോസ് ഇഷ്യൂസ് എല്ലാവരും അറിയുന്നുണ്ടല്ലോ. ഇതിൽ ഫിറോസ് ബായ് വന്നിരുന്നിട്ട്, ഫിറോസ് ബായ് എന്ന് വിളിക്കുന്നതിൽ സോറി, ഇരിക്കട്ടെ, നമ്മൾ ഈ ബംഗാളികളെ ബായ് എന്ന് വിളിക്കൂലേ, അതുപോലെ ഫിറോസ് ബായ് ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നില്ല. അപ്പൊ ഫിറോസ് ബായ് വന്നിട്ട് കർമ്മ ഇസ് റിയൽ, കർമ്മ ഇസ് ട്രൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഓക്കെ, അണ്ണനെ തേച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം, കർമ്മയൊക്കെ തന്നെയാണ്. പക്ഷെ അണ്ണൻ ഇതേത് കർമ്മ അടിക്കുന്നുണ്ടെന്ന് അണ്ണ ഒന്ന് ചിന്തിച്ചാ, ഏത് പഴയത് മനസ്സിലായി കാണോ ഞാൻ പറയാതെ തന്നെ. അണ്ണ ഇപ്പൊ പറയുന്നുണ്ട് സജിന ഫിറോസിന് അല്ലെ സജിന നൂറയ്ക്ക് ഈ പറയുന്നത് പോലെ കർമ്മ അടിക്കുന്നതാണ് എന്നുള്ള സാധനം. റസൂൽ പൂക്കുറ്റി അണ്ണനും കർമ്മ അടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, എല്ലാവർക്കും കർമ്മ അടിക്കുന്നുണ്ട്, അവരെല്ലാരും ഏറെ കയറുന്നുണ്ട്. പക്ഷെ അണ്ണൻ എന്താണ് ഈ അവസ്ഥ വന്നത്? അതേത് കർമ്മ? അതാണ് എനിക്ക് അണ്ണൻ ഈ അവസ്ഥ വന്നതിന്റെ കർമ്മ കുറച്ചുകൂടി വർഷങ്ങൾ പിന്നിലോട്ട് സഞ്ചരിക്കണം. അന്ന് ഒരു സുന്ദരിയായ ഒരു ചേച്ചി, ഞാനൊരു കഥ സൊല്ലട്ടും അപ്പിടിത്ത ഒരു സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയെ ജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റിയതിനു ശേഷം ആ ചേച്ചിയിൽ ഒരു കൊടിയുണ്ടായി. ആ ചേച്ചിയുമായി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ ചേച്ചി നിയമപരമായിട്ട് വേർപിരിഞ്ഞു പോയി. ഓക്കെ, വോട്ടർ രണ്ട് വഴിക്ക് പോയി. പിന്നെ അവരെ ഇതിൽ നമ്മൾ തലയിടേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ഒരു കുട്ടിയുണ്ട്, നിങ്ങളുടെ ചോരയിൽ പിറന്ന ഒരു കുട്ടി. ആ കുട്ടിയെ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഫിറോസ് ബായ്? ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കർമ്മ റിയൽ എന്ന് പറഞ്ഞ് ക്ലീൻ ഷേവൻ ചെയ്ത് മുടി വളർത്തി കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏത് കർമ്മ അടിച്ചെന്നൊന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മയായിരിക്കാം അടിക്കുന്നത് വോട്ടവർ. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ചെയ്തൊരു സംഭവമുണ്ട്, അതിന് നിങ്ങൾക്ക് അടിക്കുന്ന കർമ്മയായിരുന്നു അത്. പിന്നെ നിങ്ങളോട് അത് ചെയ്ത കർമ്മയാണ് അവർക്ക് പഠിക്കുന്നത്. ഇങ്ങനെ മാറി കർമ്മ പൊക്കോണ്ടിരിക്കുകയാണ്. താൻ ചെയ്യുന്നതിന് ബലം താൻ അനുഭവിച്ചു പോകും. അതുകൊണ്ട് ഇപ്പൊ ഫിറോസ് ബായ് വന്നിരുന്നിട്ട് ഇങ്ങനെ കർമ്മയാണ്, മറ്റതാണ്, മാങ്ങയാണ്, തൊലിയാണെന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ വന്നിരുന്നിട്ട് ദിസ് ഈസ് കർമ്മ ഇസ് ട്രൂ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു കർമ്മ അർപ്പത്ത് കിടക്കുന്നുണ്ട്. അതെനിക്ക് പറയണമെന്ന് തോന്നി. എന്തായാലും ആ സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയൊക്കെ വിട്ടിട്ട് നിങ്ങൾ വേറെ കെട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോ വാവ്. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം. ആ പേഴ്സണൽ കാര്യങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് വായ്ത്താളം അടിക്കുന്നതല്ല ഈ അതുലുട്ടൻ, കിട്ടോ? അതൊക്കെ ഒരു ചരിത്രം. വേണ്ടി വന്നാൽ നമുക്ക് ആ ചരിത്രം അങ്ങോട്ട് തുറക്കാമെന്നേ. കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചു പോയ ആ ഹിസ്റ്ററി ബുക്ക് ഒന്ന് തുറക്കട്ടെ ഞാൻ. തുറന്നു കഴിഞ്ഞാൽ ഫിറോസ് ബായ് കൂടുതൽ ചിലപ്പോൾ നാരയിക്കും. നമുക്ക് എന്തിനാ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വലിയ നന്മവരം കളിച്ചിട്ട് ഇതെല്ലാം കർമ്മയാണെന്ന് പറഞ്ഞും കൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് പുച്ഛം വരുന്നുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വെറും ഉണ്ണാക്കനായിപ്പോലും. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ നന്മമരാണെന്ന് പറഞ്ഞ് വെളുപ്പിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ വെറും ഉണ്ണാക്കനായിപ്പോകും. അപ്പൊ ഞാൻ എന്ത് എത്തിച്ചോളാമെന്ന് എനിക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇനി ആ ചേച്ചി ഇതൊക്കെ കാണുമ്പോൾ എന്നെ വെടിവെച്ചിടുമെന്ന് ദൈവത്തിനറിയാം. കാരണം പഴയ ചരിത്രമാണല്ലോ ഞാൻ കുത്തി തുറന്നു വിട്ടത്. അതിലൊരു കുട്ടിയുണ്ട്, സ്വന്തം ചോരയിൽ പിറന്നൊരു മകളാണ്. തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഫിറോസ് ബായ്? അറിയാവോ അങ്ങനെ ഒരു മോളുള്ള കേസ് താങ്കൾക്ക് അറിയാവോ? അറിയുമായിരിക്കും, അതോ അറിയില്ലേ? നോട്ട് ദ പോയിന്റ്. എന്തായാലും ഫിറോസ് ബായുടെ കർമ്മ ഇസ് ട്രൂ ഒന്ന് കാണാം. കൊച്ചു കള്ളൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വച്ച് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വന്ന് ഇരിക്കുകയാണ്, മുടിയൊക്കെ വളർത്തി. കൊച്ചു കള്ളൻ. ഇതെന്താ പുതിയ സ്റ്റഡ്, പുതിയ ലുക്കൊക്കെ ആയിരിക്കണല്ലോ. ബിഗ് ബോസിലെ മിന്നൻ താരങ്ങളായിരുന്നു, ജീവിതത്തിൽ വെറും താരമായിരുന്നു. എനിക്ക് അറിയാഞ്ഞിരിക്കാൻ പറ. ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടൻ. അത് ശരിയാണ്. ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്, നമ്മൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് പൊട്ടനെ പോലെ നിൽക്കും അവന്മാരുടെ മുന്നിൽ. അത് സത്യമാണ്. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് പോയിന്റാണ്. ചില ആൾക്കാർ നല്ലോണം മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ എത്രത്തോളം വിഷമുണ്ടെന്നും എത്രത്തോളം നാറിയ കളികളാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിരിച്ചോണ്ടൊരു നിപ്പുണ്ട്. നമ്മൾ പൊട്ടന്മാരെന്നാണ്, വെറും മണ്ടന്മാരെന്നാണ്
ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ വിചാരം. അവൻ പറയും എടാ അവനെ നമുക്ക് എങ്ങനെ വേണോ പറ്റിക്കാം. അവൻ പലരോടും പറഞ്ഞു കിടക്കും അവനെ നമുക്ക് എങ്ങനെ വേണോ പറ്റിക്കാം, അവൻ പൊട്ടനാ, അവൻ ഈ കാണുന്ന ഇതൊക്കെ ഉള്ളൂ, ചുമ്മാ വെറും പട്ടിയാ, വെറും പട്ടി തീട്ടുക എന്നൊക്കെ ചിലവന്മാരിട്ടും കുത്തി പറയും. പല അടിക്കടി ഞാൻ പെട്ടെന്ന് കണക്ഷൻ എവിടെയൊക്കെ കയറുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമ്മൾ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുകയോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരാണെന്നുള്ളൊരു ചിന്ത ചിലവന്മാർക്ക് കാണും. ആ ചിന്ത അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. എല്ലാവരോടും കേട്ടോ. അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലന്റ് ആയിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. കറക്റ്റാ. സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ടല്ല, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, പോട്ട് പുല്ല് എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോട്ട് എന്നുള്ളൊരു ഒരു സാധനം ഉള്ളിലുള്ളത് കൊണ്ടാണ് മിക്കവരും സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഞാനും പല പ്രശ്നങ്ങൾ വരും, ഞാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് അടികൂടി പണിയും പാരപണിയും എല്ലാം കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ മിണ്ടാറില്ല ചില സമയങ്ങളിൽ. പോട്ട് പുല്ല്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. എന്തേലും കാട്ടിക്കൊണ്ട് പോട്ട്. നമ്മുടെ ലൈഫ് വെച്ച് കളിക്കുന്നുണ്ടെങ്കിൽ നാളെ അവന്റെ ലൈഫ് വെച്ച് കളിക്കാൻ വേറൊരാള് ലൈഫിൽ വരും എന്നുള്ള ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് മിക്ക കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പൊട്ടും. അപ്പോഴായിരിക്കും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവ മനസ്സിലാക്കുന്നത് സകലമാന കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്ത് നല്ല പോലെ മനസ്സിന്റെ അടിത്തട്ടിൽ കുറിച്ച് വച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നതെന്ന് പിന്നെ മനസ്സിലാക്കും. കേട്ടോ, പിന്നെ മനസ്സിലാക്കും. ആ മനസ്സിലാക്കല്ലേ പിന്നെ എന്തിനാടാ നീ ജീവിച്ചിരിക്കുന്നതെന്ന് നിനക്ക് സ്വയം തോന്നും. മനസ്സിലായ അല്ലെങ്കിൽ മനസ്സിലാക്കും. പക്ഷെ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല. എന്താ ബായ്, നമ്മൾ അങ്ങനെ താഴെ തട്ടിലൊക്കെ ഇറങ്ങണം? വേണ്ട, നമ്മൾ മുകളിൽ കയറി ഇരുന്നാൽ മതി. കർമ്മ ഇസ് ട്രൂ. കർമ്മ ഉള്ളതാണ്. കർമ്മ അതിപ്പോ ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് എനിക്കും കർമ്മ അടിക്കും. ഇവിടെ ഞാൻ ഈ ലോകം കണ്ട നന്മ വരവെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മിസ്റ്റേക്കുകൾ പലരുടെയും ലൈഫ് വെച്ച് വരെ കളിച്ചിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ എൻ്റെ ലൈഫ്, എൻ്റെ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതെല്ലാം റിഗ്രറ്റ് ചെയ്ത് തിരുത്തി ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ലൈഫിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകളെല്ലാം ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് ചിലപ്പോൾ പ്രായത്തിന്റെ എടുത്ത് ചാട്ടമാവാം. പല കാരണങ്ങളാൽ നമ്മൾ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ഓരോ തെറ്റായ തീരുമാനങ്ങൾ, ഓരോ തെറ്റായ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ പോയി വീഴുന്നു. അതിനുശേഷം നമ്മൾ റിഗ്രറ്റ് എന്ന് പറയുന്ന സാധനം അടിച്ച് പണ്ടാരം തുടങ്ങിയിട്ട് നമ്മൾ നന്നാവാനായിട്ട് തീരുമാനിക്കും. ചിലപ്പോൾ നമ്മൾ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഈ ചെയ്തു വെച്ചതെല്ലാം കൂടി തിരിച്ചടിക്കാൻ തോന്നും. കർമ്മ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ നന്നാവാൻ സമ്മതിക്കത്തുമില്ല. അതും വേറൊരു സത്യമാണ്. ജീവിതമാണ് മക്കളെ. നമ്മൾ ഒരു സമയത്ത് ചെയ്യുന്നത് ഇന്നലെ നാളെ നമുക്ക് തിരിച്ചടിക്കാം. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ തെറ്റിലോട്ട് പോവാണ്ട് പകരം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ നിന്നേക്കാളും വെറും തെറ്റയാണ്, അതിനേക്കാളും അപ്പുറത്തെ തെറ്റിൽ വീണിട്ടുള്ളവനാണ്. ആ ഒരു അനുഭവത്തിൽ പറയണം മക്കളെ, നന്നായിക്കോ എന്ന്. അത് ഞാൻ ചില മോട്ടിവേഷൻസ് ഇൻഡയറക്ട്ലി വേറെ ചിലർക്കും കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളും. ഞാൻ തരുന്ന മോട്ടിവേഷൻസ് അങ്ങനെയാണ്. എൻ്റെ മോട്ടിവേഷൻ ഈസ് വെരി വെരി ബെസ്റ്റ്. ഇയർ അവാർഡൊക്കെ വാങ്ങാനുള്ളതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എഴുതി അപേക്ഷ കൊടുക്കാത്തുണ്ട്. പോട്ട് വിട്ടോ. നമുക്ക് വിഷയത്തിലോട്ട് വരാം. സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും നമ്മുടെ പൂക്കുറ്റി അണ്ണൻ എത്ര വലിയ അവാർഡ്, ഓസ്കാറിന്റെ അപ്പുറത്ത് എന്ത് മേടിച്ച നമ്മളെ പൂക്കുറ്റി അണ്ണനെ പോലത്തെ അണ്ണന്മാരായാലും, പക്ഷെ പൂക്കുറ്റി അണ്ണൻ ഓക്കെ, പൂക്കുറ്റി അണ്ണൻ അടിച്ചുകൊണ്ട് പോയെന്ന് വയ്ക്കുക, വോട്ടവർ. പക്ഷേ ഒരു കാര്യം, തൻ്റെ ലൈഫിലും താൻ ചെയ്തിട്ടുള്ള പൂർവ്വകാല ചരിത്രം പ്രവൃത്തിയെ പറ്റിയിട്ട് താനൊന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ ചോരയിൽ പിറന്നൊരു കുട്ടിയുണ്ട്. തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ താൻ? സജിന ഫിറോസ് ദമ്പതികളായിരുന്ന സമയത്തല്ല. ആലോചിക്കുക. ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ വന്നിരുന്നിട്ട് കർമ്മയാണ് മറ്റേയാണ് കർമ്മ ഇത് ബേയിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. താനും എവിടെയൊക്കെ ചെയ്തതിനുള്ള തിരിച്ചടികളാണ് കിട്ടുന്നത്. ഞാൻ ചെയ്തിട്ടുള്ളതിനെല്ലാം എനിക്ക് തിരിച്ചടി കിട്ടും. അത് പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് നിന്ന് സംസാരിക്കുന്നത്. ചെയ്തിട്ടുള്ളതിനെല്ലാം എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി റിഗ്രറ്റ് അടിച്ച് പണ്ടാറാടാങ്ങിയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ വെറുതെ വിടാത്തൊരു ഇമോഷനുണ്ട്. നമ്മളെ നന്നാമ സമ്മതിക്കാത്തൊരു ഇമോഷൻ. ഇതൊക്കെ അനുഭവിച്ചവർക്കേ അറിയാത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാതുള്ള, ഞാൻ ഈ ലോകം കണ്ട നന്മവരമോ നല്ലവനോ ഒന്നുമല്ല. പക്ഷെ ചെയ്ത തെറ്റുകൾ വെച്ചിട്ട് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരും ആവർത്തിക്കരുത്.
നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ ചിലപ്പോൾ നമ്മുടെ വരും തലമുറയും ബാധിക്കും. നമ്മൾ അങ്ങോട്ട് ബാധിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തന്നെ സ്വയം റിയലൈസ് ചെയ്യുക, തിരുത്തുക. അല്ലാണ്ട് ശരിയാവില്ല മക്കളെ, ശരിയാവില്ല. ജീവിതമാണ് ജീവിതം. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. പോട്ടെ. സേഫായി ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്. എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും. എൻ്റെ അത്രയും പിടിപാടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. പൂക്കട്ടി എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ ഒന്നുകിൽ പറയുന്നുണ്ടെങ്കിൽ ധൈര്യം കാണിക്കും. അല്ലാതെ കർമായിസ് 2 എന്ന് പറഞ്ഞൊരു ടൈറ്റിലും കൊടുത്തിട്ട് ഞാൻ തുപ്പിക്കാണിക്കും എന്ന പേര് പറയില്ല. ഈ സെറ്റപ്പിൽ പറയാതെ ചങ്കൂറ്റത്തോടെ പറ. നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമല്ല, ഇത്രയും പേടിക്കുന്ന എന്തിനാ? പറ. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം. എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാവത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, എക്സ്ട്രോവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേ ഭയങ്കര വിശ്വാസമല്ല. പക്ഷെ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. അതെന്താ ഭായി അങ്ങനെ പോയത്? എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് കർമ്മയിൽ വിശ്വാസം വരുന്നുണ്ട്. താന് ഇപ്പൊ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഏത് തന്നോട് ചെയ്തതിന് അവരനുഭവിച്ചു തുടങ്ങി ഇന്ന് താൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഒരു സമയത്ത് താൻ അനുഭവിച്ചില്ലേ, അത് താൻ ആരോട് ചെയ്തതാ? അതും കൂടി ചിന്തിക്ക്. അത് ആരോട് ചെയ്തതാ ആലോചിക്കും. താൻ ചെയ്തിട്ട് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രങ്ങൾ ഓരോന്ന് കേട്ട സമയത്ത് ഞാൻ ആ കണ്ണും തള്ളി വായിക്കാത്ത പഴം വെച്ച അവസ്ഥയിലിരുന്നു. സീരിയസ്ലി യു ആർ നോട്ട് എ പെർഫെക്റ്റ് മാൻ. ഞാനും ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ താൻ ഇന്ന് വന്നിരുന്ന് അവരെ പറഞ്ഞിട്ട് താൻ എന്തോ വലിയ നന്മമരമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. യു ആർ ആൾസോ എ കർമ്മ. താങ്കളും ഒരു കർമ്മയുടെ ഫലമായിട്ട് ഇവിടെ ഇരുന്ന് അനുഭവിച്ചതാ ഒരു സമയത്ത്. മനസ്സിലായ? അത്രയേ ഉള്ളൂ. താൻ ചെയ്യുന്നത് താൻ തന്നെ അനുഭവിക്കും. ഞാൻ ചെയ്തത് ഞാൻ അനുഭവിക്കും, അതെനിക്കറിയാം. ഞാൻ ചെയ്തതിനെല്ലാം അനുഭവിക്കും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുമ്പസരിക്കുന്നത് പോലെ ഈ പറഞ്ഞ അനുഭവം ഞാൻ ഒരിക്കൽ അനുഭവിച്ചു. എനിക്ക് ആക്സിഡന്റ് ആയതും അതിൽ കിടന്ന് ഞാൻ അനുഭവിച്ചത് ഞാൻ ചെയ്യാൻ പോയ തെറ്റുകൾക്കുള്ളതായിരിക്കാം, മേ ബി, അറിയില്ല. പക്ഷെ ഇനിയെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. കൂടെ നിൽക്കുന്നവർ തന്നെ കുതുകാല് വെട്ടുന്ന കാലമാണ്. കൂടെ നിൽക്കുന്നവർ പോലും സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് സ്വയം മനസ്സിലാക്കുക. നമ്മൾക്ക് നമ്മുടെ മനസ്സ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരെയും വലിച്ചിട്ട് നമ്മൾ ആർക്കും പണി കൊടുത്ത് അല്ലെങ്കിൽ ആരെയും മൂഞ്ചിപ്പിച്ചുകൊണ്ട് ജീവിക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് നല്ലപോലെ നമുക്ക് അടിക്കേണ്ടവർക്ക് അടിക്കുമ്പോൾ മനസ്സിലാവും ഏത് വഴി കൂടിയാണ് അടിച്ചതെന്ന്. ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. അതുള്ളതാണ്. സത്യം വിജയിക്കും. അത് എത്ര വലിയ കൊമ്പനായാലും കൊമ്പില്ലാത്തവനായാലും. സത്യം അതിനൊരർത്ഥമുണ്ട്. സത്യമെന്ന് പറയുന്ന വാക്കിന് ഇന്നലെ നാളെ എല്ലാം കലങ്ങി തെളിയും. ഫിറോസ് ഭായ് താൻ ചെയ്തതിനും താൻ അനുഭവിക്കും, തന്നോട് ചെയ്തതിനും അവരനുഭവിക്കും. അതത്രയേ ഉള്ളൂ. കർമ്മ ഇത് ബേസ്. ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കും. ഏത് വഴി കൂടിയൊക്കെ അടിക്കുമെന്ന് മാത്രം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി സജിന ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കണ്ടുപോകാം കേട്ടോ. ഹലോ. ഇന്നത്തെ വൈറൽ ഞാനാണ്. ഓ ആയിക്കോട്ടെ. മാത്രമല്ല ഞാൻ കാരണം കുറെ പേരുണ്ട്. അപ്പം അത് കുറേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്? അപ്പം അതിനൊരു മറുപടി ആയിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫില് നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസ് കടയും കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ലൈഫിനെ കുറിച്ച്. ഞങ്ങള് പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂകളിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നന്മ വാരി വിതറി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എന്നാൽ അതിനുശേഷം
നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നില്ലെങ്കിലും ഫിറോസ് ഭായ് കർമ്മൈസ് റിയൽ കർമ്മൈസ് ഇത് ഏത് മറ്റേ കൊമ്പനായാലും ഏത് ഓസ്കാർ വാങ്ങിച്ചാലും നീ താഴെ വരുവോടാ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരുന്ന് കാര്യങ്ങൾ അടിക്കുമ്പോഴേ എന്റെ പൊന്നു ചേച്ചി ഇതൊന്നും കാണുന്നില്ലേ? ചേച്ചിക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ലേ? അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള നൂല് ഫിറോസ് ഭായ് ഇങ്ങനെ ഇടയാണ്, ചൂണ്ട ചേച്ചി അതിൽ കൊരുക്കുന്നില്ല. ഞാനും ഫിറോസ് ഭായ് ഒക്കെ പരസ്പരം നമ്മള് നല്ല പോലെയല്ല ഇന്റർവ്യൂലൊക്കെ സംസാരിച്ച് എന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാണ്ട് ആ ചൂണ്ടയിലോട്ട് കൊരുക്കുന്നില്ല. ചേച്ചി ഒന്ന് കൊരുത്തിട്ട് വേണം ഫിറോസ് ഭായിക്ക് ബാക്കി ചരിത്രം പറയാൻ, മനസ്സിലായ? അതാണ് ഇവിടെ സംഭവം. കർമ്മൈസേ വേറ്റ് അതുപോലെ തന്നെയാണ് ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ചേച്ചിക്ക് കിട്ടാനുള്ളത് ഫിറോസ് ഭായ് ഒരു അരിവെന്ന് തന്നോണ്ടിരിക്കുന്നു, പൂക്കുറ്റി എണ്ണം മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. അവാർഡൊക്കെ വാങ്ങിച്ചത് ഇനി എവിടെ കൊണ്ട് വെക്കൂ എന്തോ ദൈവമേ. പോട്ട് ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എന്റെയും ഫിറോസിക്കാരുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞോണ്ട് ഏതാണ് എങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? തൊട്ട് മുന്നേ ഞാൻ കൊടുത്ത വീഡിയോയില് ഫിറോസ് ഭായ് പറയുന്നുണ്ടല്ലോ, ഫിറോസ് ഭായ് ചുമ്മാ വിളിക്കുന്നതന്നെ കേട്ടോ, ഞാൻ മറ്റേ രേണുസുതിക്ക് വീഡിയോ വെച്ച് കൊടുത്ത ഫിറോസ് ഭായ് ബായ് എന്ന് വിളിച്ച് ഇപ്പൊ ഏത് ഫിറോസ് പേര് കിട്ടാലും എനിക്ക് ബായ് എന്ന് പേര് വരും, ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ. ഓക്കെ. അപ്പോ ആ വീഡിയോയില് അണ്ണൻ പറയുന്നുണ്ട് കർമ്മൈസം ബാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കർമ്മശ്രീകൾ ഏത് അവാർഡ് വാങ്ങിച്ചാലും നീ താഴെ ഇറക്കോടാ, നിന്നെ മറ്റേ ആകാശത്തിന്റെ നീ കൊടുമുടിയിൽ മറ്റേ കൂട്ടാരം കെട്ടി താമസിച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും എന്ന് പറയുന്നത് പോലെ എനിക്ക് വെല്ലുവിളിക്കുകയാണ് മാസിട്ട്. അത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസിക്കാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോ പിന്നെ നമുക്കാണല്ലോ ഇവിടെ ദുഃഖം മൊത്തം. ഓക്കെ, ഫിറോസ് ഭായിയുടെ പ്രീവിയസ് ഹിസ്റ്ററിയെ പറ്റിയിട്ട് സജിനയ്ക്ക് അറിയാവോ? ഏത് ഒരു കുട്ടികളടക്കം ആ കുട്ടിയെ തിരിഞ്ഞു നോക്കാത്ത അടക്കം അറിയാവോ? അതുകൊണ്ട് എന്നെ പൊന്നേച്ചി വിട്, രണ്ടും കണക്കാ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെ ലൈഫിൽ ആരും വന്നിട്ടല്ല, മറ്റതല്ല മറിച്ചല്ല. പിന്നെ അങ്ങേരെ അവിടെ നിന്ന് മറ്റേ കിണ്ടിക്കൊണ്ടിരിക്കുന്ന എന്നാ ഗീരവത്താ? അങ്ങനെ അവിടെ നിന്ന് എന്നാ ഗീരവത്താ കിണ്ടുന്നേ? ആര്? ഫിറോസ്? അങ്ങനെ കർമ്മൈസ് റിയൽ ഏത് ഓസ്കാർ വാങ്ങിച്ചാലും അവനെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അത് എന്നാ ഗീരവത്തിന് എന്നാ തേങ്ങ അങ്ങനെ ഇരുന്ന് വെട്ടുന്നേ? പല പേഴ്സണൽ കാര്യങ്ങൾ കാണും, അത് നമ്മൾ മ്യൂച്വൽ ആയിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാള് വന്നു അല്ലെങ്കിൽ എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്, വളരെ മോശമാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ, ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആള് അല്ല. ഓക്കെ, നിങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആളൊന്നും അല്ല. എല്ലാം മച്ചള. മറ്റേ ഫിറോസ് ഭായ് അപ്പുറത്തിരുന്ന് പറയുന്നുണ്ടല്ലോ കർമ്മൈസ് റിയൽ ഏത് ഓസ്കാർ വാങ്ങിയാലും ഏത് അവാർഡ് വാങ്ങിയാലും എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെ പറ്റിയിട്ട് എന്താണ് സജിനിക്ക് പറയാനുള്ളത്? എനിക്ക് അതിനുള്ള ഒരു ഉത്തരം ഒന്നുമില്ല. പിന്നെ ഞാൻ മിണ്ടൂല, ചുപ്പരേക്കും. അത് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ്. ലോകത്തിൽ ഒരു പെണ്ണിനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞോളൂ, ഞാനും അയാളും തമ്മിൽ വേറെ മറ്റത് എന്നൊക്കെ അങ്ങ് എന്ത് വേണോ പറഞ്ഞോളൂ. അത് എന്നാ പറച്ചില്ല? ഏതെങ്കിലും സ്ത്രീക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും സ്ത്രീക്ക് ഞാനും അവനും തമ്മിൽ മറ്റതാണെന്ന് നീ പറഞ്ഞുണ്ടാക്കടാ ഈ സെറ്റപ്പ് സാധനം. ഏതെങ്കിലും ഒരു സ്ത്രീ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു പോയിന്റ് പറയാൻ സാധിക്കുമോ അവർക്ക്? എന്നാണോ പണി വെച്ചിരിക്കേ? അജയ് ഇതൊക്കെ കേൾക്കുമ്പോ സന്തോഷമുണ്ടെന്ന്. വാവ്, അഭിമാനിക്കാൻ പറ്റിയ നിമിഷം. നീ എന്നെ പറ്റി ഏവനെ വെച്ച് വേണമെങ്കിലും പറഞ്ഞോടാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തോന്നടേ ഇത് പുതിയ അറിവാണല്ലോ. ഞാൻ ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ പറ്റിയിട്ട് ഇല്ലാത്തൊരു അപവാദം ഏവനെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പറയോ? പറഞ്ഞോട്ടെ എന്ത് വേണോ പറഞ്ഞോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് ഏതെങ്കിലും സ്ത്രീകൾ പറയോ? എന്തോന്നല്ലേ ഇതൊക്കെ? ഇത് ഏതാ യൂണിവേഴ്സിറ്റി? പുതിയ യൂണിവേഴ്സാണ് കേട്ടോ. എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാളെ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, ഒരു ഇഷ്യൂസേ അല്ല. ഇനി ആരും ഞാൻ 10 പറയട്ടാ. ലൈസൻസ് തന്നൊരു മൂഡില് അവരാതാവാ പറയട്ടെ ഞാൻ ഇഷ്ടം. പക്ഷെ ഞങ്ങള് ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത്
അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. അതേടാ 300 കോടിടാ, 500 കോടിടാ. അജിത്ത് മംഗത്തിൽ പറഞ്ഞോളാം, 500 കോടിടാ. രജേ ഒന്നും അറിയാതെ ഞാൻ ഇവിടെ വന്നിട്ട് ആട്ടം ആടൂല, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കാരണം അവിടെ ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള അവര് തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ് ഖാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളെ കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞാനും ഫിറോസ് ഖാൻ ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നെ ആണോ? നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി നാളെ പോയിട്ട് ഒരു ലൈവ് ഇട്, ഒരുമിച്ചിരുന്ന്. നല്ല സുഹൃത്തുക്കളല്ലേ, ഒരു ലൈവ് ഇട്. എന്തുവാടാ നീയൊക്കെ പറയുന്നത്? നിങ്ങൾക്കൊക്കെ എന്തുവാടാ? രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ലൈവ് അങ്ങിട്. രണ്ടുപേർക്കും പ്രശ്നമില്ലെന്നപ്പോഴും നമുക്ക് അങ്ങ് മനസ്സിലാവുമല്ലോ. മക്കൾക്ക് വേണ്ടി എന്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും എന്റെ പൊന്നെ വെച്ചേ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഈ മക്കളെ പിടിച്ചിട്ടിട്ട് സഹതാപം പിടിച്ച് പറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി അങ്ങ് നിർത്ത്. അതായിരിക്കും കുറച്ച് ബെറ്റർ കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അങ്ങ് പിടിച്ചിട്ടോളൂ നേരെ. പിന്നെ തീർന്നല്ലോ. അയ്യോ പാസങ്ങൾ നേസങ്ങൾ ഏതോ മൊன்றே வாழ்ந்திடும் வாழ்க்கையோ வாழ்க்கையில்லை பிறந்தேனா உயின்று போகுது நினைவுகள் நிஷிக்கின்றது. ായിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസ് ഖാന്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എന്റെ ലൈഫിൽ ഒരു ആണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, നല്ല തീരുമാനം എടുത്ത് പിരിഞ്ഞതാണ്. പക്ഷെ കണക്ക് അങ്ങോട്ടൊന്നും ശരിയായില്ല. നീലക്കോലിട്ട് 4 വർഷം മുന്നേ ഉള്ള ബന്ധമാണെന്ന്. ആര്? പൂക്കുട്ടിയായിട്ട്. ആ പൂക്കുട്ടി ബന്ധം ഫിറോസ് ഭായി ആയിട്ട് ഇരിക്കുമ്പോഴാണെന്നുള്ളൊരു സാധനം കൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 വർഷം മുന്നേ ഉള്ള ബന്ധം എന്ന് പറയുമ്പോഴേ. അതുകൊണ്ട് ചേച്ചി കിടന്ന് ഉരുളല്ലേ. ഇനി ചേട്ടാ കർമ്മ ഈ റിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, താൻ ചെയ്തതിനും കൂടിയാണ് താൻ അനുഭവിക്കുന്നത് കേട്ടാ. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്. മോന്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾ ഫാമിലി മീറ്റ് ഇപ്പൊ മറ്റേ റിയൂണിയൻ എല്ലാം നടത്തുന്നുണ്ട്. ഫിറോസ് ഭായ് പ്രീവിയസ് ഹിസ്റ്ററി ഹാസ് എ ചൈൽഡ്, അറിയാവോ? വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിനിടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എന്റെ ഫ്രണ്ട് ഫിറോസ് ഖാന്റെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസ് ഖാന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലൊരു മറ്റേ എന്താ നമ്മള് ഷിയാസിന് വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പൊ എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ ഇപ്പൊ കുറ്റക്കാരും ബാക്കിയുള്ളവരായി, കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരായി കുറ്റക്കാരാണ്. അപ്പുറത്ത് അമ്മ ഇടുന്നു കർമ്മ സ്നീയൽ നിരിയൽ അതിന് ഉത്തരം പറയാ ചേച്ചി. എന്നിട്ട് ചേച്ചി ഓർന്നല്ല, രണ്ടുപേരും ഇപ്പൊ റീയൂണിയൻ ആണെന്ന്, ഫാമിലി തമ്മിൽ ഒരുമിച്ച് ഒന്നുകൂടി കാണട്ടെ. കണ്ടൊരു ലൈവൊക്കെ ഇട്ട് നിങ്ങൾ ഇരുന്ന് സന്തോഷിക്കും, കാണട്ടെ. കർമ്മ ഈസ് എ ബേസ്. ഞാൻ ഉള്ള കാര്യം പറയാം ചേച്ചി, ഉരുണ്ട് കളിക്കാൻ നിൽക്കല്ലേ. കളി കണ്ട് കളി കേട്ട് കളി അറിഞ്ഞിരിക്കുന്നവന്മാരാ നമ്മള്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ലോകം കണ്ട നന്മവരമോ നല്ലവനോ ഒന്നുമല്ല. ഞാൻ ഒന്നുമല്ല. ഐ എം എ ബിഗ് സീറോ. പക്ഷേ ഇമാതിരി പരിപാടിയാണ് നമ്മൾ കാണിക്കാറില്ല കേട്ടോ. അത് മാത്രം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും കർമ്മ ഈസ് റിയൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതിനുള്ള അനുഭവിക്കട്ടെ. നമുക്കിവിടെ ഇരുന്ന് ഇടയിലിരുന്ന് കളിയാണ്, അതല്ലേ അതിൻ്റെ ശരി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആയിട്ടാണ്.